ഹലോ ഓൾ, PSC ട്രെയിനിങ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഖാദി ബോർഡ് LDC 2024 LGS എന്നീ പരീക്ഷകൾക്ക് ഉപകാരപ്രദമായൊരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് G20 രാജ്യങ്ങളിലെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. അപ്പോൾ G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളാണ് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. അപ്പോൾ ഇതൊക്കെയാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2013 മാർച്ച് 31. അപ്പോൾ 2013 മാർച്ച് 31 ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഈ ചോദ്യം SCERTയിൽ നിന്നും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. അപ്പോൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം. അപ്പോൾ ബുഷ്മനും ത്വാറക്കുമാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ. അപ്പോൾ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങളാണ് ബുഷ്മനും ത്വാറക്കും. അപ്പോൾ ബുഷ്മനും ത്വാറക്കുമാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ. അപ്പോൾ ബുഷ്മനും ത്വാറക്കുമാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൈലാസ് സത്യാർത്ഥി. അപ്പോൾ കൈലാസ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. അപ്പോൾ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി. അപ്പോൾ കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് 2014. അപ്പോൾ 2014 കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഫോർ പീസ് ലഭിച്ചത്. അപ്പോൾ 2014 മലാല യൂസഫ്സായിയോടൊപ്പമാണ് കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുറനാന്നൂറ്. അപ്പോൾ പുറനാന്നൂറ് എന്ന സംഘകാല കൃതിയിലെ വരികളാണ് മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി എന്നത്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി എന്നത് പുറനാന്നൂറ് എന്ന സംഘകാല കൃതിയിലെ വരികളാണ്. ഇതും SCERT ടെക്സ്റ്റിൽ നിന്നും ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ? ഉത്തരം ഓപ്ഷൻ എ ആണ്, മൂലധനം. അപ്പോൾ മൂലധനമാണ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തു. അപ്പോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുവാണ് മൂലധനം. അടുത്ത ചോദ്യം നോക്കാം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കിലിയൻ എംബപ്പെ. അപ്പോൾ കിലിയൻ എംബപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് കിലിയൻ എംബപ്പയ്ക്കാണ്. ലയണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബോൾ സമ്മാനം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. അപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാണ്? കിലിയൻ എംബപ്പെ. അതുപോലെ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബോൾ ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം? ഉത്തരം
ഓപ്ഷൻ എ ആണ് ഐസൺ. അപ്പോൾ ഐസൺ എന്ന വാൽനക്ഷത്രമാണ് 2013 സൗരയൂഥത്തിൽ എത്തിയത്. അപ്പോൾ 2013 സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ എന്ന വാൽനക്ഷത്രം. അപ്പോൾ ഐസൺ എന്ന വാൽനക്ഷത്രം എപ്പോഴാണ് സൗരയൂഥത്തിലെത്തിയത്? 2013 സൗരയൂഥത്തിലെത്തിയത്. അപ്പോൾ 2013 സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ എന്ന വാൽനക്ഷത്രം. അടുത്ത ചോദ്യം നോക്കാം. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പാർമ. അപ്പോൾ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന ഒരു സർവകലാശാലയാണ് പാർമ. അപ്പോൾ പാർമ എന്ന സർവകലാശാല മധ്യകാല യൂറോപ്പിൽ സ്പെയിനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന ഒരു സർവകലാശാലയാണ് പാർമ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 82 ഡിഗ്രി 30 ഈസ്റ്റ്. അപ്പോൾ 82 ഡിഗ്രി 30 പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 82 ഡിഗ്രി 30 ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 23 ഡിഗ്രി 30 നോർത്ത്. അപ്പോൾ 23 ഡിഗ്രി 30 നോർത്ത് ആണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. അപ്പോൾ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് 23 ഡിഗ്രി 30 നോർത്ത് എന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 30 ഡിഗ്രി. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രി കോണീയ അളവാണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഏകദേശം 30 ഡിഗ്രി കോണീയ അളവാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഉത്തരം ഓപ്ഷൻ ബി ആണ് കരേവ. അപ്പോൾ ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. അപ്പോൾ കരേവ എന്നത് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. അപ്പോൾ ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ എന്നത്. അടുത്ത ചോദ്യം നോക്കാം. കൃഷി അധിഷ്ഠിത വ്യവസായം. ഉത്തരം ഓപ്ഷൻ എ ആണ് പഞ്ചസാര. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസൊക്കെ കൃഷിയുമായി ബന്ധമില്ലാത്ത വ്യവസായങ്ങളാണ്. അപ്പോൾ ഇത് പഞ്ചസാരയാണ് കൃഷി അധിഷ്ഠിത വ്യവസായം. അപ്പോൾ പഞ്ചസാരയാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത്. പഞ്ചസാര വ്യവസായമാണ് കൃഷി അധിഷ്ഠിത വ്യവസായം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കശാല സ്ഥാപിതമായ പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ആണ് വിശാഖപട്ടണം. അപ്പോൾ വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശമാണ് വിശാഖപട്ടണം. അപ്പോൾ വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. അടുത്ത ചോദ്യം നോക്കാം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഷിപ്കില ചുരം. അപ്പോൾ ഷിപ്കില ചുരമാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. അപ്പോൾ ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. അടുത്ത ചോദ്യം നോക്കാം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കൽക്കരി. അപ്പോൾ കൽക്കരിയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. സൗരോർജ്ജം, ജൈവവാതകം, ഭൗമതാപ ഊർജ്ജമൊക്കെ ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം മാത്രം. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1986. അപ്പോൾ 1986 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്.
അപ്പോൾ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986-ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.